ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കോ ആക്ഷ്യൽ കേബിളിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയയിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷീൽഡഡ് ഓർ അൺഷീൽഡഡ് പെയർസിനെ കുറിച്ചിട്ട് UTP അല്ലെങ്കിൽ STP കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ കോ ആക്ഷ്യൽ കേബിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോ ആക്ഷ്യൽ കേബിളിൻ്റെ അപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ OFC കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കോ ആക്ഷ്യൽ കേബിൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്റ്റേഴ്സാണ് BNC കണക്റ്റർ. സാധാരണ നമ്മൾ വീട്ടിലേക്കൊക്കെ TV ചാനൽ കിട്ടാൻ വേണ്ടി നമ്മൾ കേബിൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് ഈ കോ ആക്ഷ്യൽ കേബിളാണ്. അപ്പോൾ കോ ആക്ഷ്യൽ കേബിൾ തമ്മിൽ രണ്ട് കോ ആക്ഷ്യൽ കേബിൾ ജോയിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണ് BNC കണക്റ്റേഴ്സ്. ഈ എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണിത്. ഇനി ഈ കോ ആക്ഷ്യൽ കേബിളിൻ്റെ അപ്ലിക്കേഷനുകളാണ്. ഇതിന് മെയിനായിട്ട് നമുക്ക് ഈ അനലോഗ് ടെലിഫോൺ സൈഡിലും അതുപോലെ തന്നെ കേബിൾ TV നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ട്രഡീഷണൽ നെറ്റ്വർക്കിലും ട്രഡീഷണൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ കോ ആക്ഷ്യൽ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അനലോഗ് സിഗ്നലുകളാണെങ്കിൽ ഇതിനകത്ത് 10,000 വോയിസ് സിഗ്നലുകളും പിന്നെ ഡിജിറ്റൽ ടെലിഫോൺ നെറ്റ്വർക്ക്സിലാണെങ്കിൽ 600 MB/s ഇതിനകത്ത് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സും ഇത് ഉപയോഗിക്കാറുണ്ട്. RG59 എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഇവരും ഇത് ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മളവിടെയൊക്കെ കാണുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സൊക്കെ ഈ കോ ആക്ഷ്യൽ കേബിളാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അവർ OFCയും ഉപയോഗിക്കാറുണ്ട്. ചില TV ഓപ്പറേറ്റേഴ്സൊക്കെ കേബിൾ TV ഓപ്പറേറ്റേഴ്സൊക്കെ ഈ OFCയും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ട്രഡീഷണൽ ഇതർനെറ്റ് ലൈൻസ്, അതായത് സാധാരണ ഉപയോഗിക്കുന്ന ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് മുന്നൊക്കെ നമ്മൾ ഈ കോ ആക്ഷ്യൽ കേബിൾ ഉപയോഗിച്ച് ലാനുകൾ നമ്മൾ ചെയ്തിരുന്നു. ലാബിനകത്തേക്ക് അത് ബിൽഡിങ്ങിനകത്തേക്കുള്ള നെറ്റ്വർക്കിൽ കോ ആക്ഷ്യൽ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ റേഞ്ച് 10 MB/s ആയിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 185 മീറ്റർ 200 മീറ്ററിൻ്റെ ഒക്കെ അടുത്ത് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ബേസിൽ ചെയ്തിരുന്നു. 10/2 അതുപോലെ 10/5 10/2 തിൻ ഇതർനെറ്റും അതുപോലെ 10/5 തിക്ക് ഇതർനെറ്റുമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇന്ന് സാധാരണ നമ്മൾ ഈ കോ ആക്ഷ്യൽ കേബിൾ വെച്ചിട്ട് നെറ്റ്വർക്ക് ചെയ്യാറില്ല. ഇന്ന് ഉപയോഗിക്കാറുള്ളത് നമ്മൾ UTP അല്ലെങ്കിൽ STP അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്കാണ്. ഇനി എന്താണ് ഫൈബർ ഒപ്റ്റിക് നോക്കാം. നമുക്കറിയാം, അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ നെറ്റ്വർക്കൊക്കെ നമ്മൾ ഫൈബർ ഒപ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് മുന്നേ ഡിസ്കസ് ചെയ്യുന്ന കോ ആക്ഷ്യൽ കേബിൾ ആണെങ്കിലും UTP അല്ലെങ്കിൽ FTP ആണെങ്കിൽ UTP അതുപോലെ തന്നെ STP ആണെങ്കിലും അതിനകത്തേക്ക് ഇലക്ട്രിക് സിഗ്നലുകളാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫൈബർ ഒപ്റ്റിക്കിനകത്ത് ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കൂടുതലായിരിക്കും. ലൈറ്റിൻ്റെ സ്പീഡ് നമുക്കറിയില്ല, വളരെ സ്പീഡ് കൂടുതലായിരിക്കും ഈ ഫൈബർ ഒപ്റ്റിക്കിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് ഒരു ഇൻറ്റേർണലി ഒരു ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അതിനോടാണ് നമ്മൾ ലൈറ്റ് സിഗ്നൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡീവിയേഷൻസ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ബെൻഡൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇമേജിനകത്ത് കൊടുത്തിട്ടുള്ളത്. ക്രിട്ടിക്കൽ ആംഗിൾ അതുപോലെ റിഫ്ലക്റ്റേഴ്സ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത്. സാധാരണ എന്താ പറയുക, നമ്മളെ ഈ സാധാ OFCയോ ഈ UTPയോ അല്ലെങ്കിൽ കോ ആക്ഷ്യൽ കേബിളൊക്കെ ബെൻഡ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലൊക്കെ പേനല്ല, പേന നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. കൂടുതൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൊട്ടും. അത് ഒരു ഡ്രോബാക്കാണ്, അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജസാണ്. കാരണം സാധാരണ കോ ആക്ഷ്യൽ കേബിൾ എവിടെയും ബെൻഡായി കഴിഞ്ഞാൽ സിഗ്നൽ വീക്കാകുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ OFCനെ സംബന്ധിച്ചിടത്തോളം ഒരു കേബിൾ ബെൻഡായി കഴിഞ്ഞാൽ അത് പൊട്ടുകയാണ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് എവിടെയാണ് ഫാൾട്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ബെൻഡാക്കാനും വയ്യ. നമ്മുടെ കയ്യിലുള്ള പേന ജസ്റ്റ് എക്സാമ്പിളൊക്കെ എടുത്താൽ മതി, നമുക്ക് കൂടുതൽ വളക്കാൻ പറ്റില്ലല്ലോ. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഫൈബർ ഓപ്റ്റിക് കേബിളും. അപ്പോൾ ബെൻഡാവുകയാണെങ്കിൽ അതിനകത്തുള്ള സിഗ്നലുകൾ ഈ രൂപത്തിലായിരിക്കും പോവുക, സ്ട്രെയിറ്റ് ആയിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, 3 രൂപത്തിൽ റിഫ്ലക്ഷൻസ് ഇവിടെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇതിനകത്ത് ഇല്ല ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണിത്. ഇതിനകത്തൊരു
കോർ മീൻസ് അതൊരു ഗ്ലാസ് കൊണ്ടുള്ളൊരു കവറിങ് ആയിരിക്കും ഉണ്ടാവുക. ക്ലാഡിങ് ഓഫ് ലെസ് ഡെൻസ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. അതിനകത്തൊരു സാധാരണ ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള ഗ്ലാസിൻ്റെ ആ ഏരിയയിലൂടെ എന്ത് ചെയ്യും, ലൈറ്റുകൾ പാസ് ചെയ്യും. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ മെത്തേഡിലാണ് അത് പാസ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൻഡുകൾ വരുന്ന സമയത്ത് കൂടുതൽ ബെൻഡ് ആയി കഴിഞ്ഞാൽ പൊട്ടുന്ന ഒരു ടെക്നോളജിയാണ് ഈ OFCയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം സിഗ്നൽ വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ലോങ് ഡിസ്റ്റൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ OFC വെച്ചിട്ട് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ OFCൻ്റെ അകത്തുള്ള മറ്റൊരു കൺസ്ട്രക്ഷൻ കേബിളിൻ്റെ മൊത്തം ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. ഔട്ടർ ജാക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ പുറമെ പിന്നെ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മറ്റൊരു ബഫർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും ഇൻറ്റേർണലായിട്ട് ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക് ഇതിന് പുറമെ ഒരു ക്ലാഡിങ് ഉണ്ടാവും, കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു OFCയുടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ റോഡ് സൈഡിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കണ്ടിട്ട് റോഡിൻ്റെ 2 ഭാഗങ്ങളിലും ഈ OFC കേബിൾ ഓരോ ടെലിഫോൺ കമ്പനികളും ചെയ്യുന്ന കണ്ടിട്ടുണ്ടാകുള്ളൂ അല്ലേ. വലിയ കോയില് പൈപ്പായി തോന്നും, പക്ഷേ അതിലൂടെ അല്ല പോകുന്നത്. അതിലൂടെ ഇതേ രൂപത്തിലുള്ള ചെറിയൊരു കേബിൾ OFC കേബിൾ അതിനകത്ത് കൂടെ അവർ ഇൻസേർട്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഹൈ പെർഫോമൻസ് ആണ് ഈ OFCകൾ കൊടുക്കുന്നത്. ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു കേബിളുകളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇത് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി കുറയേ, അതുപോലെ തന്നെ ഡാറ്റ മിസ്സാവേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കോയാക്ഷ്യൽ കേബിളൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീടിന് മുന്നോട്ടൊക്കെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ കേബിൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഒരു ബോക്സ് വെക്കുന്ന കാണാം. അത് റിപ്പീറ്റേഴ്സാണ്. അതായത് സിഗ്നൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അത്, റിപ്പീറ്റേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ വരില്ല. നമ്മുടെ ഈ OFCക്ക് 10 ടൈംസ് എന്താ പറയുക ലെസ് ആയിരിക്കും. അതായത് അത്രയും വളരെ കുറഞ്ഞ റിപ്പീറ്റേഴ്സിൻ്റെ, അത്രയും ലോങ് ഡിസ്റ്റൻസിൽ പോകുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സിൻ്റെ ആവശ്യം വരുള്ളൂ. അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. സ്മൂത്തായിട്ട് ഇതിലൂടെ തന്നെ ഇത് പാസ് ചെയ്യും. ഇനി ഫൈബർ ഒപ്റ്റിക്കിൻ്റെ കണക്റ്റേഴ്സാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ സാധാ വയറുകളാണ് നമുക്ക് ജോയിൻ ചെയ്യിക്കുക അല്ലേ. അങ്ങനെ ഈസി ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു ഗ്ലാസ് അല്ലേ, ഇൻറ്റേർണലി ഒരു ഗ്ലാസിൻ്റെ കോട്ടിങ് ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ടെക്നോളജിക്കൽ ഐഡിയ ഉള്ള ആൾക്ക് മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. SC കണക്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ST കണക്റ്റേഴ്സ് ഉണ്ട്. 2 കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ കണക്ട് ചെയ്യാറുള്ളത്. അതിന് പ്രത്യേക നോളജ് വേണം ഇത് കണക്ട് ചെയ്യാനുള്ള കേട്ടോ. സിമ്പിളായിട്ട് നമുക്കൊരു കേബിളിൻ്റെ എൻഡിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ അത്ര സിമ്പിളല്ല. SC സബ്സ്ക്രൈബർ ചാനൽ, അതിന് യൂസ്ഡ് ഫോർ TV കേബിളിന്. അതുപോലെ തന്നെ മറ്റൊന്ന് ST സ്ട്രൈറ്റ് ടിപ്പിലെ യൂസ്ഡ് ഫോർ കണക്ട് ചെയ്യുക കേബിൾ വിത്ത് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അപ്പോൾ TVക്കാണെങ്കിലും ഒരു TV കേബിൾ ആണെങ്കിൽ ഒരു മെത്തേഡ് SC ഉപയോഗിക്കുക. അതുപോലെ ST ആണെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിനൊക്കെ ഉപയോഗിക്കുന്നൊരു കണക്റ്റേഴ്സാണ്. ഓക്കെ. മറ്റൊന്നുള്ളത് MT-RJ. ഇങ്ങനെ 3 തരത്തിലുള്ള കണക്റ്റേഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു UTP അല്ലെങ്കിൽ STP കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, RJ45 ജാക്കറ്റ് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ കോയാക്ഷ്യൽ കേബിൾ ആണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കണക്റ്റേഴ്സ് പറഞ്ഞു. ഇവിടെ നമുക്ക് OFC ആണെങ്കിൽ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സാണിത്. ഈ കണക്ട് ചെയ്യാൻ നമ്മൾ ഒരു കേബിളിൻ്റെ എൻഡിൽ നമ്മൾ കണക്റ്റേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ടെക്നിക്കൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേബിൾ TV നെറ്റ്വർക്ക് അല്ലേ. നമുക്കൊന്നറിയാം, TV ഓപ്പറേറ്റേഴ്സൊക്കെ അന്ന് OFC ആണ് ഉപയോഗിക്കുന്നത്. കാരണം കൂടുതൽ ചാനലുകൾ, കൂടുതൽ ഡാറ്റകൾ സ്പീഡിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണിത് നമ്മളെ OFC അല്ലേ. ആദ്യമൊക്കെ നമ്മളെല്ലായിടത്തും കോയാക്ഷ്യൽ കേബിളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കോയാക്ഷ്യൽ കേബിൾ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ കോളേജിലേക്കൊക്കെ കോയാക്ഷ്യൽ കേബിൾ വലിക്കുകയാണെങ്കിൽ നമുക്ക് അതിനിടയിൽ ഒരുപാട് റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം സിഗ്നലുകൾ വീക്കാവും. നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈപ്പ് ഞാൻ പറഞ്ഞതല്ലേ. ചില ആളുകളൊക്കെ കേബിൾ എന്താ പറയുക കോയാക്ഷ്യൽ കേബിളിലേക്കൊക്കെ മുട്ടുസൂചി പ്രസ് ചെയ്ത് കയറ്റാറുണ്ട് സിഗ്നൽ വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ അവർ ഡാറ്റകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഒന്ന് മുട്ടുസൂചിയിൽ താത്തി കഴിഞ്ഞാൽ പ്രശ്നം വന്നാൽ ഭയങ്കര ഷോക്ക് വരും. അങ്ങനെ ഭയങ്കര പവറിലായിരിക്കും അതിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് സിഗ്നലുകളാണ്. ഷോക്ക് അടിച്ച് നമുക്ക് പരിക്ക് പറ്റും. അപ്പോൾ അതൊരു ഡേഞ്ചറായിരിക്കും ഒന്ന്. രണ്ടാമത് അങ്ങനെ ഒരു മുട്ടുസൂചി അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സിഗ്നലുകൾ വീക്കാവും. അപ്പോൾ മഞ്ചേരി നമ്മുടെ കോളേജിലേക്ക് ഒരു 100 Mbps
100 MB ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 Mbps ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, അതൊരു 20 MB 30 MB ആയി മാറും. അതിനിടയിൽ ഈ ഇതുപോലെ ബെൻഡ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് കേബിളിന് വന്നു കഴിഞ്ഞാൽ സിഗ്നൽ പെട്ടെന്ന് വീക്കാവും. അവർക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ റിപ്പീറ്റേഴ്സ് വെക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആ റിപ്പീറ്റേഴ്സിൻ്റെ ഇടയിൽ ഓരോ റിപ്പീറ്റേഴ്സിൻ്റെ ഇടയിലും എവിടെയൊക്കെ എത്ര ഡാറ്റ കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. മനസ്സിലായി? കാരണം ചെറിയ ബെൻഡൊന്നും ഈ കോആക്സിയൽ കേബിളിനകത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സൊക്കെ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സൊക്കെ ചെയ്യുന്നത് OFC ആണ് ഉപയോഗിക്കുന്നത്. OFC ആകുമ്പോൾ ഇങ്ങനെ സിഗ്നൽ വീക്കാണെന്ന് പ്രശ്നം വരില്ല. ആ കേബിൾ പൊട്ടും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത് കൂടുതൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് സിഗ്നൽ വീക്കാതെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിനെ ഉപയോഗിക്കാതെ തന്നെ നമുക്കറിയാം ഡാറ്റകൾ സെൻഡ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ റിപ്പീറ്റേഴ്സ് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. കാരണം ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഈ സിഗ്നലിന് ട്രാവൽ ചെയ്യും. എത്താത്ത കേസ് വരുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, നമ്മുടെ റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അടുത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അല്ലേ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിലൊക്കെ നമുക്കറിയാം നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഗിഗാബൈറ്റ്സിലാണ് അല്ലേ. ആദ്യമൊക്കെ നമ്മൾ 100 MB/s. ഇപ്പം നമുക്കറിയാം നമ്മുടെ കോളേജിനകത്ത് അല്ലെങ്കിൽ ലാബിനകത്തുള്ള നെറ്റ്വർക്ക് ചെയ്യുന്നത് UTP ഉപയോഗിച്ചാണ്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്തൊക്കെ 100 Mbps ആണ് മാക്സിമം അതിൻ്റെ സ്പീഡ് കാണിക്കുക. ഇത് ഈ OFC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ GB/s അത്രയും വളരെ ഫാസ്റ്റിലായിരിക്കും ഡാറ്റകൾ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാസ്റ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യേണ്ട നെറ്റ്വർക്കുകളിൽ, ഇപ്പോൾ സെർവറുകളിലേക്ക് അപ്പോൾ കൂടുതൽ ഡാറ്റകളുണ്ടാകും, സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഹബ്ബുകളിലേക്ക് അല്ലേ, ഒരു ഹബ്ബിൽ നിന്നായിരിക്കും മറ്റു ഡിവൈസിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹബ്ബുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ OFC ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ ബാക്ക് ബോൺ നെറ്റ്വർക്ക്, ബിക്കോസ് വൈഡ് ബാൻഡ് വിഡ്ത്ത് ബാക്ക് ബോൺ നെറ്റ്വർക്കുകളുണ്ട്. അപ്പം ബാക്ക് ബോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൻ്റെ ബാക്ക് ബോണായി വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ. ഇപ്പോൾ നമ്മുടെ കോളേജിനകത്ത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതുപോലെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ്റർനെറ്റ് വരികയാണെങ്കിൽ ആ നെറ്റ്വർക്ക് അല്ലെ, ആ ഇൻ്റർനെറ്റ് കണക്ഷനാണ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാബിനകത്തുള്ള 50 മെഷീനിൽ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ആ 50 മെഷീനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിലൂടെ വന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് OFC മുഖേന കണക്ട് ചെയ്യുകയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് UTP മുഖേന അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉപയോഗിച്ച് നമ്മൾ ഓരോ ഡിവൈസിലേക്കും സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഹബ്ബ് എന്ന് പറയുന്നില്ലേ, ഹബ്ബ് സ്വിച്ചൊക്കെ ഉപയോഗിച്ച് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ബാക്ക് ബോൺ നെറ്റ്വർക്കിന് ബാക്ക് ബോണായി വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ഫൈബർ ഒപ്റ്റിക് ഉപയോഗിക്കും. ഇനി അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ഹയർ ബാൻഡ് വിഡ്ത്ത് ആണല്ലേ, വളരെ സ്പീഡ് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ലെസ് സിഗ്നൽ വീക്ക് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫേസസ് അല്ലേ, നോയ്സുകളൊന്നും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, 2 കേബിളുകൾ അടുത്ത് പോകുന്ന സമയത്ത് വരാൻ പോകുന്ന പ്രോബ്ലംസ് അല്ലേ, നോയ്സ് വരാനും അതുപോലെ തന്നെ ക്രോസ് ടോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഓഫ് കോറോസീവ് മെറ്റീരിയൽ, അതായത് ഗ്ലാസ് ഇസ് മോർ റെസിസ്റ്റൻസ് ടു, ഓക്കെ, ഗ്ലാസ്സിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. പിന്നെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ഇമ്മ്യൂണിറ്റി ടു ടാപ്പിംഗ്. ഈ ഡിസ്അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും. ഒന്ന്, ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഈ ഫൈബർ ഒപ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ടെക്നോളജിക്കൽ നോളജ് വേണം. സാധാരണ കേബിൾ ഉപയോഗിക്കുന്നമായിരിക്കല്ല. പക്ഷേ മറ്റു UTP ആണെങ്കിലും കോആക്സിയൽ കേബിൾ ആണെങ്കിലും ടെക്നോളജിക്കൽ നോളജ് നമുക്ക് വേണം. അത് സാധാരണ നോർമൽ ആൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് കണക്റ്റേഴ്സ് കണക്ട് ചെയ്യാനോ എന്നൊക്കെ ഈസി അല്ല. ടെക്നോളജിക്കൽ നോളജ് വേണം. ഓക്കെ, അൺഡയറക്ഷണൽ ലൈറ്റ് പ്രൊപ്പഗേഷൻ അല്ലേ, യു നീഡ് ബൈ ഡയറക്ഷണൽ, അത് യൂണി ഡയറക്ഷനിലാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 2 ഡയറക്ഷനിലും വേണമെങ്കിൽ 2 കേബിൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ് ഫൈബർ ഒപ്റ്റിക്കിന്. അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാത്തത്. ബാക്ക് ബോണിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് നെറ്റ്വർക്കിലൊക്കെ മാത്രം ഇത് ഉപയോഗിക്കാനുള്ള കാരണം അത് കോസ്റ്റ്ലി ആണ് കേട്ടോ.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ അവിടെ ഈ ഏരിയ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.